അങ്ങനെ നടന്ന് വലഞ്ഞ് ക്ഷീണിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇവരെ ലയണിനെയും ടൈഗറിനെയും കാണിക്കാൻ കൊണ്ടുപോകുന്ന വണ്ടിയാണത്. അതിൻ്റെ ഉള്ളിൽ ഒരു സ്ഥലമുണ്ട്, കാട്ടിൻ്റെ ഉള്ളിൽ അവരിങ്ങനെ അവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇതങ്ങനെ കയറി പോകണം, അങ്ങടേക്ക് വണ്ടി മാത്രമേ പോകുള്ളൂ. ലയൺ ടൈഗർ സഫാരി അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു സംഭവം കണ്ടു. വെൽക്കം ടു ഓർക്കിഡേറിയം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഓർക്കിഡിനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ കുറച്ചിങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ നട്ടുവെച്ചിട്ടുണ്ട്. ഇതൊന്നും ഓർക്കിഡല്ല കേട്ടോ. ഓർക്കിഡ് എന്ന് പറഞ്ഞിട്ട് പുള്ളി കൊണ്ടേ കുറേ പച്ചച്ചെടിയെല്ലാം കാണിച്ചു എന്നൊന്നും പറയരുത്. എന്താ കയറുമ്പോൾ തന്നെ ഒരു ഹട്ട് പോലെയാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത് നോർമൽ ഓർക്കിഡല്ല കേട്ടോ, ഞാൻ തെറ്റിദ്ധരിച്ചു. സംഭവം കൊള്ളാം. നൈസാണേ. അങ്ങനെ ഇതിൻ്റെ ഒന്നും പേരവിടെ എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് പറയാനൊന്നും അറിഞ്ഞൂടാ, പക്ഷേ നമുക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഓർക്കിഡേറിയത്തിൻ്റെ ഒരു വഴി കൂടെ നമ്മളിപ്പോൾ യാത്ര. നമ്മളിങ്ങനെ നടക്കും. ചിരിച്ചിരിക്കുന്ന പൂക്കൾ കാണുമ്പോൾ മനസ്സിലൊരു സന്തോഷം വിടരും. അതാണ് നമ്മുടെ മനസ്സിൻ്റെ സംഗീതം. എന്താ കവിത! അത്രയും വൈഡ് വേണ്ടല്ലേ, കാണാനൊരു സുഖമുണ്ടോ. നൈസാണ്. നമ്മളിതിൻ്റെ ഉള്ളിൽ വേണ്ടോ അവർ വേറൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ കൂടെ യാത്ര ചെയ്യും. നമുക്കിങ്ങനെ കണ്ട് പോവാം. ലാലേട്ടൻ ചോദിച്ച് പോയ പോലെ നമുക്ക് കണ്ട് പോവാം. അവരിങ്ങനെ അടക്കി വച്ചേക്കണ കാണുന്നതൊരു പ്രത്യേക രസമാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. തട്ടായിട്ടേ നമ്മുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഒരു 3 തട്ടിലുള്ള ഒരു ഇതുണ്ടാക്കിയിട്ട് നേരെ ഓർക്കിഡ് തന്നെ വേണമെന്നല്ല, നമുക്ക് നല്ല ഇവിടെ ഒരു സംഭവമുണ്ട്. എന്താ അവരൊരു ചിന്തിച്ചിരുങ്കിൽ മിസ്റ്റർ പെരേര ഞങ്ങളുടെ മുതലക്കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ സമയമായി എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഇവിടെ പക്ഷേ ഒരു കാര്യമുണ്ട്. ഇവിടെ കുറച്ച് ഡീറ്റെയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വേണ്ട സ്പ്ലെൻഡിഡ് സ്ലിപ്പർ ഓർക്കിഡ് പാപ്പിയോപെഡിയം ഇൻസൈനെ. ഇതൊക്കെ വായിച്ച് തീരുമ്പോഴേക്കും മനുഷ്യൻ്റെ അവശതയാവും. 2 different colors, Dendrobium discolor. എന്ത് ഭാഷയെന്തോ അതിൻ്റെ പേരാട്ടെന്ന് തോന്നും.
രസമാണ്. നൈസല്ലേ? ഒരുതരം വെള്ള ഓർക്കിഡ് അല്ലേ? അല്ല, ഇതിൻ്റെ വെള്ളമില്ലേ, ഇത് പല സ്ഥലത്ത് നമ്മളിതിന് മുകളിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. കണ്ട ഇത് വേണ്ട, അതൊക്കെ സൂര്യപ്രകാശം കിടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക്. അങ്ങനെ പല ഗംഭീര സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഓർക്കിഡ് വെറുതെ എങ്ങനെയാണ് ഇട്ട് വെച്ചേക്കല്ല അവർ എല്ലാം അതാത് അതിൻ്റേതായ ആ ഒരു അടുക്കും ചിട്ടയിലുമാണ് അവരത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ we are moving next hut to show how is here. Wow. രസമല്ലേ? നൈസല്ലേ? ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ലീഫ്ലെസ് ടെൻട്രോപ്പിയം, ടെൻട്രോപ്പിയം അപ്പിലം, ആപ്പിലം. ഓക്കെ, അപ്പോൾ നമ്മൾ നാഷണൽ പാർക്ക്, മുംബൈ നാഷണൽ പാർക്കിലുള്ള നമ്മുടെ ഓർക്കിഡ് ഗാർഡനൊക്കെ കണ്ട് അതിൻ്റെ ചുറ്റുമുള്ള മനോഹാരിതകളും കണ്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു അനുഭവങ്ങളാണ്, ഓരോന്നും ഓരോ അനുഭവങ്ങളാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോഴാണ്, ഇപ്പോൾ ഇത്രയും നമ്മളിങ്ങനെ ഓടിച്ചൊരു വീഡിയോ കണ്ടപ്പോൾ ഈ പൂക്കളൊന്നും കണ്ടില്ല. നമ്മളിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ വേറൊരു ഓർക്കിഡ്, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ വേറൊരു കളറിൽ വേറൊരു സാധനം ഇരിക്കും. നൈസല്ലേ? അപ്പോൾ അത് നമ്മൾ ഇതെങ്ങനെ പോയപ്പോൾ ഇതെവിടെ നമ്മൾ ഇത്രയും നേരം കാണാത്ത വേറൊരു മുതലിരിക്കുന്നു. നൈസല്ലേ? ഇത് ഓർക്കിഡുകളെ ഇഷ്ടപ്പെടുന്നവർക്കാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുക. ഓർക്കിഡുകൾ എല്ലാവർക്കും അങ്ങനെ ഓർക്കിഡിനോട് താല്പര്യം ഉണ്ടാവാൻ വഴിയില്ല. കാരണം അത് ഈ ചെടികളെയും പൂക്കളെയൊക്കെ ഇഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാർക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു വിഷയം പറയാം, ഒരു സന്തോഷമുള്ള വിഷയം പറയാം. അതായത് വീടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വീടിൻ്റെ പുറത്ത് ഇതുപോലുള്ള ചെടികളൊക്കെ വളർത്തി അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ താലോലിച്ച് സ്നേഹിച്ച് കൊണ്ടു വരുമ്പോൾ അവർ നമുക്ക് തരുന്ന സന്തോഷമാണ് അതിൽ വിടരുന്ന പൂക്കൾ അല്ലേ? അപ്പോൾ നമ്മൾക്കും അതുപോലെ മരങ്ങളെയും ചെടികളെയും പൂക്കളെയൊക്കെ സ്നേഹിക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാവട്ടെ. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തുനിന്ന് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഒത്തിരി പേര് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എസ്കേപ്പ് ആവുന്നു. ഓക്കെ, ദാൻ ബൈ.